എനിക്കൊരു കാര്യം കണ്ടിട്ട് വല്ലാണ്ട് ചിരിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അതായത് ചിരിച്ചിട്ടിരിക്കാൻ മേല എൻ്റെ ഗൂയിസ്. ഇതുപോലൊരവസ്ഥ ജീവിതത്തിൽ ആർക്കും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം വല്ലാത്തൊരു ജാതി രാധ. എല്ലാവരും എന്താ പറയുക, കണ്ണനെ സ്നേഹിച്ച് കണ്ണൻ്റെ അടുക്കലോട്ട് എത്തിയപ്പോൾ കണ്ണേട്ടൻ്റെ അടുക്കൽ നിന്നും പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ പെരുവഴിയിലായ അല്ലെങ്കിൽ പെരുവഴിയിൽ തള്ളിയ ഒരു രാധ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മളാരും രാധയായിട്ട് കണ്ടിട്ടില്ല. വെറും അവിയിൽ വരുവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാധയായിട്ടൊന്നും ആ ഒരു പവിത്രത നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കൂല. സാധാരണ കണ്ണനെ സ്നേഹിക്കുന്നവരെ കണ്ണൻ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് പതിവ്. പക്ഷെ അതിന് വിപരീതമായിട്ട് എന്തുകൊണ്ടാണ് കണ്ണൻ അവരെ പുറന്തള്ളിയത്? ഇപ്പം നമ്മുടെ കണ്ണേട്ടൻ പെരുവഴിയിൽ തള്ളിയ നമ്മുടെ രാധയെടുത്തി പെരുവഴിയിൽ കിടന്ന് ആർക്കും കൂത്തു കാണിക്കാം അല്ലേ? എനിക്കും കാണിക്കാം, നിങ്ങൾക്കും കാണിക്കാം, ഇനി വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്കും കാണിക്കാം. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വഴി എന്ന് പറയുന്നത് പൊതുവഴിയാണ്. സകലവിധ ജാതി മതക്കാരും നടക്കുന്ന വഴി. അവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും എന്തും കാണിക്കാം, കോപ്രായം കെട്ടാം, റീൽസ് എടുക്കാം, വീഡിയോ ചെയ്യാം. അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ഇനി ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണേട്ടൻ്റെ നടിയിൽ ചെന്നിട്ട് പറ്റുമോ? പറ്റൂലല്ലോ. വല്ലാത്ത ജാതി. ഒരു തള്ളയുടെ മുഖഭാവം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഞാൻ ഇവിടുത്തുകാരിയല്ല, എന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്തരുത്. ഞാൻ ഇവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെ നിൽക്കുന്ന ഒരാളുടെ മുഖഭാവം കാണുമ്പോൾ ചിരിക്കാതെ എന്ത് ചെയ്യും? വല്ലാത്ത ജാതി നിപ്പായി പോയി. എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു മുഖഭാവത്തിൽ, ആ ഫേസിൽ ആ ഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വല്ലാത്ത ജാതി. ഒരു ട്രാപ്പിൽ പെട്ടിട്ട് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, ഇങ്ങോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുടെ മുഖഭാവമാണ് എനിക്ക് അതിൽ നിന്ന് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ ചിരി വന്നു. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ കണ്ണേട്ടനെ സ്നേഹിച്ച് പെരുവഴിയിലായ ആളുകൾ ഞാൻ ആദ്യമായിട്ട് കാണുക. എല്ലാവരും സ്നേഹിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് കണ്ണനുമായിട്ട് ഇഴുകി ചേർന്ന് കണ്ണന് വേണ്ടി എന്തും ത്യജിക്കാനായിട്ട് മതം വരെ മാറി വന്ന ആളുകൾ, അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ പുളകിതയാവുകയാണ്. കണ്ണനോട് ഒറിജിനൽ സ്നേഹം ഉണ്ടെങ്കിൽ മതം മാറി എന്ത് ചെയ്യും? കണ്ണൻ്റെ തിരുനടയിൽ അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കും. ഇതൊന്നും അല്ലാത്ത വട്ടക്കളി കളിക്കുന്നവരെ എന്താണ് ഗുയിസ് പറയേണ്ടത്? അപ്പൊ പെരുവഴിയിലായ രാധേച്ചി ഇഷ്ടം പോലെ തുള്ളിക്കളിച്ചോളൂ. അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള വഴി എന്ന് പറയുന്നത് ഗുരുവായൂർ നഗരസഭയുടെ പൊതു റോഡാണ്. കണ്ണനെ സ്നേഹിച്ച ആൾക്കാർ കണ്ണന്റെ അടുത്തേക്കാണ് പോവാറ്. ഇത് കണ്ണനെ സ്നേഹിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ണന്റെ തിരുനടയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. വല്ലാത്ത ജാതി. പക്ഷെ ചേച്ചി ഇവിടെ വന്നു. എന്തുകൊണ്ട് വന്നു? അതാണ് ചേച്ചി വ്യത്യാസം എന്ന് പറയുന്നത്. ചാച്ചിക്ക് ഇനി അറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ചാച്ചി വന്നു, ഞാൻ വന്നില്ല. അപ്പം വ്യത്യാസം മനസ്സിലാക്കും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ ഇത്തരത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല, കേസിന് പോകുന്നില്ല എന്ന് ഒരുപാട് പേര് എന്നോട് മെസ്സേജായിട്ടും ഫോൺ വിളിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നിരന്തരം ഇവരെന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി മച്ചി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നുണ്ട്. എനിക്ക് ഗർഭപാത്രമില്ല, എൻ്റെ ഗർഭപാത്രം ക്യാൻസർ വന്ന് റിമൂവ് ചെയ്തു, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ വളരെ ഇങ്ങനെ മ്ലേച്ഛമായ രീതിയിൽ ഒരു സ്ത്രീനെ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, ഞാൻ പൊതുസമൂഹത്തിൽ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയല്ല, യാതൊരു വിധമായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ മച്ചി എന്ന് വിളിക്കുന്നതിന് കണക്കില്ല. മച്ചി എന്ന് അടച്ചാക്ഷേപിച്ച് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ എത്രമാത്രം അപമാനിക്കാൻ പറ്റണോ അത്രത്തോളം അപമാനിച്ചുകൊണ്ട് ഒരു കുഞ്ഞുണ്ടാവാനുള്ള എൻ്റെ ആ ഒരു ഇതിന് എൻ്റെ ഗർഭപാത്രം അവർ തന്നെ റിമൂവ് ചെയ്ത് നീക്കി. അവരെനിക്ക് ക്യാൻസർ വരുത്തുന്നു, അവരെൻ്റെ ഗർഭപാത്രം റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പം ഇത്തരത്തിലൊക്കെ നിരന്തരം എന്നെപ്പറ്റി ഒന്നും രണ്ടും വീഡിയോ അല്ല, വളരെ മോശമായ രീതിയിൽ തെറി പറഞ്ഞുകൊണ്ട് എന്നെ ചെയ്തിട്ടുള്ള വീഡിയോകളുണ്ട്. അപ്പം ഇവർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കംപ്ലൈൻറ്റിന് പോകുന്നില്ല എന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഇസ്ലാം മതത്തിൽ നിന്ന് ഒരുപാട് പേര് ഞാൻ ചെല്ലുന്നിടങ്ങളിൽ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അവർ വന്നിട്ട് എന്നോട് ക്ഷമാപണം ചെയ്യുന്നുണ്ട്. എന്തിന്?
ഈ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള മുസ്ലിം മതസ്ഥർ എന്നോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇന്ന് ഞാൻ തൃശ്ശൂർ വെറുതെ റൗണ്ടിൽ പോയി. എന്നെ തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർ, എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്, നന്നായി, നല്ല മറുപടികൾ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുന്ന സ്ത്രീകളുണ്ട്, അതും ഹിന്ദുക്കൾ. അപ്പം എന്തുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു എന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഇത് സ്റ്റേഷൻ വഴി പോയിട്ട് നമുക്ക് എന്താണ് ഒരു നീതി ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം അതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ ഗുരുവായൂരത്തെ എന്നെ ആക്രമിച്ച കേസ്. ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണിത്. അപ്പോൾ അവർ അത് കേസ് എടുത്തില്ല എന്ന് മാത്രമല്ല, അത് വിചിത്രമായിട്ട് എന്തോ അമ്പലം കൊടുത്തതിൻ്റെ പരാതിയുടെ ഇതിലാണ് എൻ്റെ പരാതി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമ്പലം ഹൈക്കോടതി കൊടുത്തിട്ടുള്ള പരാതി വേറെയാണ്. അപ്പം ഇത് ഞാൻ കൊടുത്ത പരാതിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഗുരുവായൂരുകാർ ആ പരാതി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൻ്റെ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്നെ അറിയിച്ചിരുന്നില്ല. ഞാൻ അറിയാതെയാണ് ഈ പരാതി ക്ലോസ് ആയി പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ പരാതി ക്ലോസ് ആയി പോയി എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും രണ്ടാമത് കൊടുത്ത പരാതിയുടെ റെസിപ്റ്റാണിത്. അപ്പോൾ ഇങ്ങനെ 2 റെസിപ്റ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വീണ്ടും എന്തിനാണ് പരാതി കൊടുത്തതെന്ന് നിങ്ങൾ ചിലർ ചോദിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടപടി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാവുമായിരുന്നു എങ്കിൽ, എനിക്കൊരു നീതി കിട്ടുമായിരുന്നു എങ്കിൽ അത് മുന്നേ കിട്ടേണ്ടതായിരുന്നു. കിട്ടിയില്ല. കാരണം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, അവർ ഗുരുവായൂർ ടെമ്പിൾ പോലീസുകാർ ഒരു സാധുക്കളാണ്. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ജാസ്മിൻ ജാഫറിൻ്റെ വിഷയത്തിൽ ജനൻ ടി വിയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാർ ഇതിൽ കൈയൊഴിയുന്ന പോലത്തെ ഒരു നടപടികളാണ് എടുക്കുന്നത്. കാരണം അവിടെ വന്ന് ജാസ്മിൻ ജാഫർ റീൽസ് ഷൂട്ട് ചെയ്തതിന് പോലീസ് എല്ലാ നടപടി എടുക്കുന്നത് അവരോട് ചോദിക്കുമ്പോൾ അവർ കോടതിയിലേക്ക് വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൈയൊഴിവാണ്, പോലീസ് നടപടി എടുക്കുന്നില്ല എന്നാണ് ജനൻ ടി വിയിൽ അവരത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം എനിക്കറിയാം, കാരണം അവർ സാധുക്കളാണ്. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നവർക്ക് പാസ് കൊടുക്കാനും അവിടെയുള്ള ചില്ലറ അത്ര സാധുക്കളാണ്, നല്ല സ്നേഹമുള്ളവരാണ്, ദയാലുക്കളാണ്, നല്ല പോലീസുകാർ, നല്ല സ്റ്റേഷനാണ്. പക്ഷെ നമുക്ക് നീതി കിട്ടണം. കാരണം ഇതൊരു കാര്യമല്ല, എന്നെ ഈ ഒരുപാട് തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളും കാര്യങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എന്ന് വേണ്ട ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അവരുടെ സ്ത്രീത്വത്തെ പോട്ടെ, മാതൃത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പടച്ചിറക്കി വിട്ടു. ഇതിനൊക്കെ ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ആരുണ്ട് ചോദിക്കാൻ? ആരുമില്ല. അപ്പോൾ എനിക്ക് എവിടെ നിന്ന് നീതി കിട്ടും? നിങ്ങൾ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്?